നടനാവാൻ നിൽക്കുന്ന ഒരുത്തന്റെ മോഹം പകുതി തളർന്നു പോകാന്ന് പറഞ്ഞാൽ ആലോചിച്ചു. ഇറ്റ്സ് ലൈക്ക് വീഡിയോസ് ഇപ്പോഴും കിടപ്പുണ്ട് നെറ്റിൽ. എന്റെ മോഹം തടന്ന കണ്ണടയ്ക്കാൻ പറ്റില്ല, വായിൽ വെള്ളം കൊള്ളാൻ പറ്റില്ല, പല്ല് തേക്കാൻ പറ്റില്ല. അതൊരു എന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്, അല്ലാതെ 100% ഒരിക്കലും റെക്ടിഫൈ ആവുന്ന പരിപാടിയല്ല. സ്ട്രെസ് ആണ് ഇത്രയൊന്നും ലോല ഹൃദയനാവാൻ പാടില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞതൊക്കെ അത് പോട്ടെ. അപ്പം ഈ സംഭവം അപ്പൊ എനിക്കും അത്യാവശ്യം കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് പേരെ കോണ്ടാക്ട് ചെയ്തിട്ട്, അപ്പം ഈ കൊറോണ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയം, അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ ഉള്ള ഒരു കോണ്ടാക്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച്, വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് പുള്ളി. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, എന്താ അത് ലീഗലി ഒന്നും നിൽക്കത്തൊന്നുമില്ല, എന്തായാലും ഒരു സാധാ പേപ്പറിനകത്തും കാര്യമില്ല, ഒരു മുദ്രപത്രം കൊണ്ടുവന്നിട്ട് അതിങ്ങോട്ട് എഴുതി മേടിക്കുന്ന രീതിയിൽ RC ബുക്കൊന്നും കിട്ടത്തൊന്നുമില്ല, അവനെ പോലുള്ള ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയും വെച്ച് വേറെ കാശ് മേടിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നേരെ ഇങ്ങ് വന്ന് ഞങ്ങൾ കുറച്ച് ടീം എന്നുള്ളത് അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്നവര് കൂടെ ഉണ്ടായിരുന്നു. വന്നു, ഇവൻ എന്നെ കണ്ട്, ഞാൻ മാസ്ക് അങ്ങോട്ട് മാറ്റി, ഹലോ സദാനന്ദാന്ന് ഞാൻ ഇങ്ങനെ മനപ്പൂർവ്വം തന്നെ വിളിച്ചു. അപ്പൊ ഉടനെ ഹായ് ക്രിഷ്, ഹൗ ആർ യു? എന്റെ അമ്മോ എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മൂമ്മയുടെ കല്യാണത്തിനും കണ്ടിട്ട് പിരിയുന്ന സമയത്താണല്ലോ എന്നെ അവസാനം കണ്ടത്. എന്റെ മോഹൻ അതെല്ലാം കൂടി വന്നിട്ട് കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു കാര്യം സത്യമാണ്. ആ ഫ്രസ്ട്രേഷൻ അന്നേരം അത് ഏതൊരാണിനെയും പോലെ സംഭവിച്ച ഒരു സംഭവമാണ്. അതിനുശേഷം ആദ്യം രതീഷ് എന്റെ കൂടെ ഉണ്ടായിരുന്നു, രതീഷും കൂടി ചേർത്താണ് കാശ് ഇതാക്കുക എന്നൊക്കെ ഉള്ള ഡയലോഗൊക്കെ വന്നു. പിന്നെ ഒരു റൗണ്ട് കഴിഞ്ഞു, അപ്പൊ അതൊക്കെ 1-2 റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു 4.5 ലക്ഷം രൂപ വരെ എത്തി, ഉള്ളത് മതി എഴുതി. അങ്ങനെ എഴുതി 4.5 ലക്ഷം രൂപ രതീഷ്, 4.5 ലക്ഷങ്ങൾ വേറെ ക്രെഡിറ്റ് കാർഡ്, റെഡി ക്രെഡിറ്റിന്റെ ഒക്കെ പലിശ ഉൾപ്പെടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ട്. അവസാനം ഉള്ളതാവട്ടെ എന്നും പറഞ്ഞ് എഴുതി ബെൻസ് ഞാനിങ്ങെടുത്ത് 3 മാസത്തിനകം ബെൻസ് കാശ് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ രതീഷിന് എന്ത് വേണേൽ ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ച് അപ്പോൾ അത് വഴിയിൽ ആളിനെ ഇറക്കി വിട്ട്, അപ്പോൾ ടാറ്റാ മോനെ എന്ന് പറഞ്ഞ്